സുഖ ദുഃഖ സമ്മിശ്രമാകുന്ന 2024 വർഷം നമ്മെ വിട്ട് കടന്നുപോയി. അനുഗ്രഹവും സമ്പൽ സമൃദ്ധിയും ആശ്വാസവും സമാധാനവും അനുഗ്രഹവും നിറഞ്ഞ ഒരു പുതുവർഷം സർവശക്തനാകുന്ന ദൈവം എല്ലാവർക്കും നൽകട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പ്രതികൂലങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളിലും സമ്മർദ്ദങ്ങൾ നിറഞ്ഞ വേളകളിലും ദൈവം നമ്മെ അത്ഭുതാവഹമായി നടത്തി എന്നതും ദൈവിക പരിപാലനവും സംതൃപ്തിയും ആശ്വാസവും നമുക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു എന്നതും വളരെ സന്തോഷാവഹമായ കാര്യമാണ്. അതിലെല്ലാം ഉപരിയായി നാം ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലുകൾ ഒന്നുകൊണ്ട് മാത്രമാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതും ആകുന്നു. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. അതെ, 2025 പുതുവർഷം നമുക്ക് ദൈവം ദാനമായി നൽകിത്തരുമ്പോൾ നമുക്ക് ഒന്ന് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. അതെ, ദൈവത്തിൻ്റെ ദയ രാവിലെ തോറും പുതിയതും അവൻ്റെ വിശ്വസ്തത വലിയതും ആകുന്നുവല്ലോ. അതുകൊണ്ട് ആ വിശ്വസ്തതയിൽ താണിരുന്ന് നമുക്ക് മുൻപോട്ട് പോകാം. 2025 ദൈവം നമുക്ക് ദാനമായി നൽകുമ്പോൾ ദൈവത്തിൻ്റെ ഫേവറുകൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതിനായി നാം ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ടുന്ന ഏറ്റവും പ്രധാന ഭാഗം എന്തെന്ന് ചോദിച്ചാൽ, എത്ര പ്രതികൂലങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളാണെങ്കിലും ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നിടത്ത് ദൈവം നമ്മെ അത്ഭുതാവഹമായി നടത്തും എന്ന് നാം മറന്നു പോകരുത്. മൂന്നാമതായി നാം ചിന്തിക്കേണ്ടുന്നത്, പ്രതികൂലങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെ നടന്നു പോകുമ്പോൾ അപ്രകാരമുള്ള പാതകളിൽ നടന്നു നീങ്ങുവാൻ അനുയോജ്യമായ പാദരക്ഷയും അല്ലെങ്കിൽ ചെരുപ്പും ദൈവം നമുക്ക് നൽകിത്തരും, അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന ശക്തി ദൈവം നമുക്ക് ഒരുക്കിത്തരും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എബ്രായ ലേഖനം 13-ാം അധ്യായം 6-ാം വാക്യം, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും. അതെ, ഈ 2025 വർഷം നമുക്ക് ദൈവം ദാനമായി തരുമ്പോൾ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ചിന്താഗതികളിലും നമുക്ക് ദൈവത്തെ ആഴമായി വിശ്വസിക്കാം. ദൈവവചനത്തിൽ നമുക്ക് വിശ്വസിക്കാം, കർത്താവ് എനിക്ക് തുണയാണ്. പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും ആപത്തുകളും രോഗങ്ങളും പ്രതിസന്ധികളും ഒന്നും എന്നെ ബാധിക്കുകയില്ല. ദൈവിക സംരക്ഷണം എന്നോട് കൂടെയിരിക്കും. ഞാൻ ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകും. കാരണം ദൈവിക വാഗ്ദത്തം ഇങ്ങനെയാണ് നമ്മോട് പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതെ, ദൈവം നമുക്ക് നൽകിത്തരുന്ന ഈ പുതുവർഷം എല്ലാ വിധത്തിലും നന്മയായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് നമ്മളുടെ സ്റ്റെപ്പുകളെ വയ്ക്കാം. എല്ലാവർക്കും സമ്പൽ സമൃദ്ധവും അനുഗ്രഹവും സമാധാനവും നിറഞ്ഞ ഒരു പുതുവർഷം ദൈവനാമത്തിൽ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.